അമ്മേ ഞാൻ ആ ജോലി വിട്ടാലോന്നിങ്ങനെ ആലോചിക്കാണ്. എന്തു പറ്റിയടി? അതമ്മേ അവരെന്നോട് പറയണേ കൃത്യം 9 മണിക്ക് അവിടെ എത്തണം, പിന്നെ ലഞ്ച് ബ്രേക്കിന് അധികം സമയം കൊടുത്താ ചീത്ത പറയണ്. ഇതെന്താണെന്ന് വെള്ളരിക്കാൻ പറ്റണോ? ഒരുമാതിരി ബൂർഷ മുതലാളികള് ഈ സാധാരണ തൊഴിലാളികളോട് സംസാരിക്കുന്ന ഒരു ഭാഷയിൽ എന്നോട് സംസാരിക്കണവര്. ആഹാ, അപ്പൊ നീ തൊഴിലാളിയല്ലേ? ആ തൊഴിലാളിയാണ്, എന്നാലും അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ? എന്നാ പിന്നെ വേറെ വല്ല നല്ല ജോലി നോക്ക്. അമ്മേ പുതിയ ജോലിയും എനിക്ക് സെറ്റ് ആവൂന്ന് തോന്നണില്ല. അതെന്താടി? അതെ, ഓഫീസ് 3rd ഫ്ലോറിലാണ്, നടന്ന് കയറണം, എനിക്ക് അതാ ഇഷ്ടമാഞ്ഞ. ആ അപ്പൊ അതും വേണ്ടെന്ന് വെക്കണല്ലേ? ചെറുതായിട്ട്. എടി മോളെ, ഓരോ മാസവും നീ ഇങ്ങനെ ഓരോ ജോലി മാറിക്കൊണ്ടിരുന്ന നമ്മുടെ ഭാവി എന്താ ഓടി? ഒരു ചെറിയ അസുഖം വന്നാൽ ലക്ഷങ്ങളാണ് ഇപ്പൊ പൊട്ടണത്. എന്റെ അമ്മയുടെ കേസ് തന്നെ എനിക്ക് അറിഞ്ഞൂടെ, വെറുതെ ഒരു നെഞ്ചരിച്ചിലായിട്ട് പോയതാണ്. ചെന്നപ്പോ 2 ബ്ലോക്ക്, എല്ലാം കഴിഞ്ഞു വന്നപ്പോ നിന്റെ മാമന്റെ ലക്ഷങ്ങളാണ് പൊട്ടിയത്. എനിക്കും വയസ്സായി വരെയാണ്, എന്തെങ്കിലും വന്നാ നമ്മൾ എന്ത് ചെയ്യൂടി? അതിനല്ലേ ഞാൻ എന്റെ പേരിലും അമ്മയുടെ പേരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കേസ് വന്നാലും ഒരു പൈസയും ചെലവാകൂല. ഹെൽത്ത് ഇൻഷുറൻസാ? നീ അതെവിടെ നിന്നാണ് എടുത്തത്? നല്ല കമ്പനിന്റെ വല്ല ആണോടി? അതെ, ഞാൻ എന്റെ ബയോയിലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഇൻഷുറൻസ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു മാസം നല്ല അടവ് വരുമായിരിക്കും അല്ലേ? അല്ലേടി? ഏയ്, ഇപ്പൊ മാസേ 400 രൂപ 500 രൂപ വരെയുള്ള പ്ലാനുകളുണ്ട്. 1 കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്നത്. ഇപ്പൊ ഒക്കെ എടുക്കുമ്പോഴേ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. പ്രവാസികൾക്ക് ഇത് കൂടാതെ 18% GST അടക്കേണ്ടതുമില്ല. ഇത് കൊള്ളാലോടി. അപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും കീശ കാലി ആവൂലായിരിക്കും അല്ലേ? നിന്റെ ബയോയില് ലിങ്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയച്ചേക്കാം. അവർക്ക് ഉപകാരമാണെങ്കിൽ ആവട്ടെ. അതാണ് തെക്കനല്ലോ ജാ.